പി വി അൻവറിനെ മാത്രം ചുറ്റിപ്പറ്റി നിന്നിരുന്ന നിലമ്പൂർ രാഷ്ട്രീയം പുതിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. LDF കൺവെൻഷനിൽ വാര്യംകുന്നലിലൂടെ ചതിയുടെ കഥ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആയുധമാക്കുന്നു UDF-ഉം കോൺഗ്രസും. മലപ്പുറത്തെയും സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിലെ പരാമർശങ്ങൾ ഇന്നലെ KC വേണുഗോപാലും ഇന്ന് KPC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും ഒക്കെ ആവർത്തിച്ച് പറയുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മലപ്പുറം വിദ്വേഷ പ്രസ്താവന ചർച്ചയാകുമെന്ന് മകനും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതിന് പിന്നാലെ വെള്ളാപ്പള്ളി ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചർച്ചയാക്കാനുള്ള ലക്ഷ്യം BJP നേതാവ് PK കൃഷ്ണദാസും രംഗത്തെത്തി. ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജ് രാഷ്ട്രീയ പോരാട്ടത്തിൽ അന്തസ്സുള്ള രാഷ്ട്രീയ ചർച്ചകൾ പ്രതീക്ഷിച്ചെടുത്തുവെന്നും വർഗീയ ചർച്ചകളിലേക്ക് വഴിമാറുമോ വരും ദിവസങ്ങളിലെ നിലമ്പൂർ ചർച്ചകൾ? പ്രിയ പ്രേക്ഷകർ, എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ വി വസീഫ്, ശ്രീ രാജു പി നായർ, ശ്രീ VV രാജേഷ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ രാജു പി നായർ. ശ്രീ രാജു പി നായർ, നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ആ ദിവസങ്ങൾ, ആ ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകൾ, അതിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഹിന്ദുവിൽ വരുന്ന ആ ലേഖനം, അതിൽ പറയുന്ന ഈ വിദ്വേഷ പ്രസ്താവന, അത് മുഖ്യമന്ത്രിയുടേതാണെന്നുള്ള ചർച്ചകൾ, അതല്ല ലാസ്റ്റ് മുഖ്യമന്ത്രിയുടെ തിരുത്ത്, ഹിന്ദു പത്രത്തിൻ്റെ തിരുത്ത്, ഏതോ PR, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ അത്. എന്ന് പറഞ്ഞാൽ ദീർഘ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു വിഷയം ഇന്നലെ കൺവെൻഷനിൽ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരിക വഴി അത് KC വേണുഗോപാൽ മാത്രമല്ല, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അത് പറയുന്നുണ്ട്, ഇന്നിപ്പോൾ സണ്ണി ജോസഫ് അത് പറയുന്നുണ്ട്, UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് പറയുന്നതിലൂടെ അവിടെ നിങ്ങൾ നേരിടുന്ന ഒരു PV അൻവർ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ചർച്ച വഴിമാറ്റിലാണോ അത്? രാജു പി നായർ. ഹലോ രാജു പി നായർ, കേൾക്കാമോ? ഓക്കെ, രാജുവിലേക്ക് ഞാൻ എത്താം. ശ്രീ വസീഫ്, അപ്പോൾ പുതിയ കാര്യങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. അവിടെ PV അൻവറിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകൾ അത് ആശാസ്യമായിരുന്നില്ല. പക്ഷേ ആ ചർച്ച വഴിമാറുന്നത് ഇത്തരത്തിൽ മലപ്പുറത്തെ കള്ളക്കടത്ത് കേന്ദ്രമൊക്കെ മുഖ്യമന്ത്രി ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച മാറുന്നത് ഗുണകരമാണോ ശ്രീ വസീഫ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്മി, ഞങ്ങൾ തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയമായിട്ടാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു മഴവിൽ സഖ്യത്തെ തന്നെയാണ്. അതിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയ MLA, ഇവർക്ക് കൂട്ടാൻ പറ്റുന്ന RSS-ൻ്റെയും BJP-യുടെയും വോട്ടുകൾ, ഇതിനെയെല്ലാം ഒരുമിച്ച് എതിരിടേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിൻ്റെ വികസനം കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നു. ആ MLA-യുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൂളുകൾ 23ഓളം സ്കൂളുകൾ 43 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നത്. സ്കൂളുകളുടെ റോഡുകളാണെങ്കിൽ BMBC നിലവാരത്തിലേക്ക് ഏകദേശം 80% റോഡുകളെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഇവിടെയുള്ള പാലങ്ങൾ, റോഡുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രൗണ്ട് എല്ലാം മികച്ചതാക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വികസന പദ്ധതി ഇവിടേക്ക് പ്രഖ്യാപിച്ച് ഇവിടെ അത് നടപ്പിലാക്കി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആര്യാടൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വികസന മുരടിപ്പ് ഈ നാട് അനുഭവിച്ചതാണ്. അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ്, അതിനെല്ലാം മറന്നുകൊണ്ടാണ് ഈ ജനം ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഒരു MLA ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. വികസന കാര്യങ്ങൾ ചർച്ചയാവണമെന്ന് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കും. നമ്മൾ പാലക്കാട് ആഗ്രഹിക്കും. എല്ലാ തെരഞ്ഞെടുപ്പിലും വികസന കാര്യങ്ങൾ ചർച്ചയാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ പിന്നീട് ഉണ്ടാകുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാലക്കാടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ചർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് വികസനം മാത്രം പറഞ്ഞ് മാറി നിൽക്കാനും കഴിയില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ മലപ്പുറം പരാമർശവും ഹിന്ദു പത്രത്തിൽ വരുന്ന ഇൻ്റർവ്യൂവും അതിൽ PR ഏജൻസി അക്കാര്യങ്ങളൊക്കെ പിന്നെയും വീണ്ടും ചർച്ചയാക്കേണ്ടി വരികയാണ് അവിടെ. വസീഫ്, അല്ല ഞങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയില്ല ആശ്മി. ഞങ്ങൾ ഈ മലപ്പുറം ജില്ല 1969 EMS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തവരും അത് രൂപീകരിച്ചവരുമാണ് കേരളത്തിലെ CPIM-ഉം അതിൻ്റെ നേതൃത്വവുമെല്ലാം. അന്ന് കുട്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഈ തീരുമാനത്തിനെതിരെ സമരവും പ്രക്ഷോഭവുമായി വന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അച്ഛനും അവരുടെ പാർട്ടി കോൺഗ്രസുമായിരുന്നു. ഇതൊരു മിനി പാകിസ്ഥാനാണ് എന്ന് മലപ്പുറത്തെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നത് ആരാ? അത് അന്നത്തത് പോകട്ടെ.
ഇവിടെ ഇവരുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന സമയത്ത് പച്ചക്കൊടി നിങ്ങൾ കെട്ടരുത്, അത് അരയിൽ തീരിക്കോളൂ എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് പച്ചക്കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാതെ ആക്ഷേപിച്ചത് എന്തിനു വേണ്ടിയാണ്? വണ്ടൂരിലെ പരിപാടി, ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും കൂടി ഉൾപ്പെടുന്നതാണ്. അതിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് തിരുവമ്പാടി. ആ തിരുവമ്പാടിയിലെ പരിപാടിക്ക് കോഴിക്കോട് ജില്ലയിലെ പര്യടനം, കൺവെൻഷൻ പരിപാടി എന്നൊക്കെ കൊടുക്കുന്നത്. എന്നാൽ മലപ്പുറത്തത് മലപ്പുറം എന്നുള്ള പേര് കൊടുത്തില്ല, ഇവർ വണ്ടൂരിൽ എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ മലപ്പുറത്തിൻ്റെ പേര് പോലും പുറത്തെത്താത്ത തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത ഇവർ കാണിക്കുക. പച്ചയെയും മലപ്പുറത്തെയും മുസ്ലിം വിഭാഗത്തെയും എല്ലാം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ഇവരാഗ്രഹിക്കുക. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അതൊക്കെ അംഗീകരിച്ചും സഹിച്ചും പുറത്തും എങ്ങനെയെങ്കിലും അധികാരവും രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകണമെന്ന് കരുതി ഇവരുടെ നേതൃത്വം ഇരിക്കുക. അവരുടെ അണികൾക്ക് അതിലൊന്നും താല്പര്യമില്ല. ഇവിടെയുള്ള സ്ഥാനാർത്ഥി തന്നെ നോക്കൂ നിങ്ങൾ, പാണക്കാട്ടേക്ക് പോലീസിനെ വിടണം എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ എന്തൊക്കെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം പാണക്കാട്ടെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമായി നിൽക്കുന്നവർ എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്? ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട്, ഞങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഒക്കെ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ആശ്മിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? പാണക്കാട്ടെ കുടുംബത്തിനെ അധിക്ഷേപിച്ച് ആ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞു വിട്ട് അവിടെ റെയ്ഡ് നടത്തി പിടിച്ചു കൊണ്ടുവരണം, വലിയ കള്ളന്മാരിരിക്കുന്നത് അവിടെയാണ് എന്ന തരത്തിലേക്ക് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ MP, ആ ഇ.ടി. മുഹമ്മദ് ബഷീർ MP-യെ ലക്ഷണമൊത്ത വർഗീയവാദി എന്ന് വിളിച്ചത് ആരാ? ഞങ്ങളാണോ? ഈ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഈ മത സംഘടനാ നേതൃത്വത്തെയും ഒക്കെ എറിഞ്ഞുകൊടുത്തത് കോൺഗ്രസ് ആണ് ഈ ജില്ലക്കകത്ത്. അത് കേരളത്തിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? ഒരു സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ പിതാവും ആ പിതാവിൻ്റെ മഹിമയും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുകയാണല്ലോ ഇവർ. ആ സമയത്ത് എന്നാൽ ഇത് ചർച്ച ചെയ്യണ്ടേ? ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി ഇടപെട്ടതും ഒക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഒന്നും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല. അദ്ദേഹം മതനിരപേക്ഷതയുടെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് എന്ന്. ഏത് വിഷയത്തിലാണ് നിലപാടെടുക്കാതിരുന്നത്? രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ തിട്ടൂരമിറങ്ങുന്ന ഓരോ ഘട്ടത്തിലും NIA രാജ്യത്ത് ഈ NRC നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കിയ സഭയല്ലേ നമ്മുടെ സഭ? അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ മുഖ്യമന്ത്രി? ഈ കേരളത്തിലുടനീളം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞതല്ലേ, ഒരാളും മതത്തിൻ്റെ പേരിൽ ഈ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പോലും അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല, അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയനെ ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ രേഖകളുണ്ട്, തെളിവുകളുണ്ട്, വീഡിയോകളുണ്ട്. ആരുടേത്? ഈ ആര്യാടന്റെയും ആര്യാടന്റെ മകന്റെയും ഒക്കെ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അതൊക്കെ ചിലപ്പോൾ നേതൃത്വം മറക്കുമായിരിക്കും. എന്നാൽ ഇവരുടെ മുസ്ലിം ലീഗിന്റെയും മറ്റും പ്രവർത്തകർ, ഇതിൽ വിശ്വസിക്കുന്നവർ, ഈ അവരുടെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെ പോലും വളരെ രൂക്ഷമായി അധിക്ഷേപിക്കുന്ന ഈ കോൺഗ്രസിനെ അവർ അംഗീകരിക്കുമോ? ശരി, രാജു പി നായർ, ഇപ്പോൾ വി വസീഫ് ഇത് പറയാനുള്ള കാരണം, ആ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു വരാനുള്ള കാരണം എന്താണ്? ഇന്നലെ UDF കൺവെൻഷൻ ഞാൻ ഉണ്ടായിരുന്നു, താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. PV Anwar എന്നുള്ള ഒരൊറ്റ വാക്ക് പോലും ആ കൺവെൻഷൻ പങ്കെടുത്ത് ആരും പറഞ്ഞില്ല. KC വേണുഗോപാൽ പ്രസംഗം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന എടുത്തിട്ടു. ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്, നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്താണ് ഇവിടെ. ഒരുപാട് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിൻ്റെ തിരുത്ത് ഉണ്ടെന്ന് പറയുകയും ഈ പറയുന്ന പത്രം തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും അപ്പോഴും ഈ PR ഏജൻസിക്കെതിരെ ഒരു കേസെടുക്കാത്ത എന്താണ് എന്നൊരു ചോദ്യം ഇപ്പോഴൊക്കെ നിൽക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചർച്ച ചെയ്ത് ഒഴിവാക്കിയ ഒരു വിഷയത്തെ പിന്നെയും എടുത്ത് ആ ഇലക്ഷൻ്റെ മുഖത്ത് വെക്കുക വഴി ഇപ്പോൾ വി വസീഫ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാവും. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണത്. രാജു പി നായർ. അല്ല, ഏത് ചർച്ചയും ഞങ്ങൾ സ്വാഗതം ചെയ്യാറുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടെ ബഹുമാനായ CPM-ന്റെ പ്രതിനിധി ഞങ്ങൾക്ക് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒന്നും പിന്തുണ, ഏതാണ്ട് മഴവിൽ സഖ്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടായി. ഈ TM സിദ്ദിഖ് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആണോ CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണോ? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TM സിദ്ദിഖ് അദ്ദേഹമല്ലേ SDPIയുടെയും സുഡാപ്പികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പ്രസംഗിച്ച വീഡിയോ വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. എന്താ ഇത്ര വലിയ മറവി? അപ്പൊ ആർക്കാണ് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമുള്ളത്? നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമല്ലേ പ്രസംഗം? അല്ല, ഞാൻ സംസാരിച്ചേട്ടെ, അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ പറയൂ.
ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ശരി, ഇപ്പൊ ഇന്നാണ് PDP പിന്തുണ ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് വാർത്ത ഇന്നും വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആർക്കാണ് ആരുടെ പിന്തുണയാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ വലതുപക്ഷ നിരീക്ഷകനായിട്ട് പലപ്പോഴും നമ്മുടെ ചാനലുകളൊക്കെ ചർച്ചയിൽ വരുന്ന ഒരു വ്യക്തി ഇന്ന് ഇവിടെ സ്വരാജ് ജയിക്കും, സ്വരാജ് മന്ത്രിയാകും എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇല്ലേ? BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ വേണ്ട എന്നുള്ളതായിരുന്നല്ലോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്. ആ കച്ചവടം അവസാനം പൊളിഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ രൂക്ഷമായ വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് എവിടെയോ ഒരാൾ മെമ്പർ പോലും അല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം മെമ്പർഷിപ്പ് കൊടുത്ത് BJPക്കാരനാക്കിയത്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന വർഗീയ ശക്തികളുമായിട്ടെല്ലാം കൂട്ടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് CPM ആണെന്നുള്ളത്. ഇനിയിപ്പോൾ വർഗീയ കക്ഷികളുടെ പിന്തുണ പോരാഞ്ഞത് കൂടാഞ്ഞിട്ട് ഇനി വടകരയിലേതുപോലെ കാഫിർ പ്രയോഗം നടത്താൻ പോകുന്ന സമയം അതേതാണ് എന്നുകൂടി നമ്മളിനി നോക്കിയിരുന്നാൽ മതി. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കാഫിർ പ്രയോഗം. ആ പാനൂർ ബ്ലോക്ക് സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് ദിൽജിത്തോ അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അതിനപ്പുറത്തേക്ക് ആ അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. അത് RSSനെ പോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ തലയിൽ കെട്ടിവെച്ച് വർഗീയവാദിയും ദേശദ്രോഹിയുമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ പാർട്ടിയുടെ പേരാണ് CPM. മറക്കരുത്. പിന്നെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചതിയെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി ചതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നാടിനോട് നടത്തിയ ചതി ഞങ്ങൾ ഓർമ്മിക്കാതെ പോകാൻ പറ്റുമോ? നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ചില നേതാക്കന്മാർ വന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തും. ആ പ്രസ്താവനയെ നമുക്ക് ഖണ്ഡിച്ചല്ലേ പറ്റുള്ളൂ. മലപ്പുറത്തിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രി പറഞ്ഞ ചതി എന്താണ് നിങ്ങൾക്കറിയാം. മുഖ്യമന്ത്രി പറഞ്ഞ ചതി 9 വർഷം നേരത്തെ വസീഫ് തന്നെ പറഞ്ഞു, 9 വർഷം അവർക്കൊപ്പം നിന്നിരുന്ന ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ അവർക്ക് ജയിച്ചു വന്ന ഒരാൾ ഇടയ്ക്ക് ഒരു സമയത്ത് രാജിവെച്ച് അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് സ്വാഭാവിക രാഷ്ട്രീയമായ ചതി എന്ന് പറയില്ലേ പിണറായി? അത് പറയണ്ടേ പിണറായി? രാജു പി നായർ അല്ല, ആ ചതി എന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. ഇദ്ദേഹം ഉദ്ദേശിച്ച ചതി ഉണ്ടല്ലോ, ആ ചതി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ സാഹചര്യം എന്താ? മലപ്പുറത്തെ ഒരു ഭീകര സ്ഥലമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. മലപ്പുറത്തെ ചെറുപ്പക്കാരെ അന്യായമായി കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. മലപ്പുറത്ത് പോലീസിൻ്റെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനമുണ്ട് എന്നുള്ളതാണല്ലോ ആ ചതി ഉണ്ടാവാനുള്ള രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് ഞങ്ങൾ വിപുലപ്പെടുത്തുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ വിപുലപ്പെടുത്തുമ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന നെറികേട്, നന്ദികേട്, ചതി എന്താണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഹിന്ദു ദിനപത്രത്തിൽ ചർച്ച ചെയ്ത് അവസാനം ഉണ്ടാവണമെങ്കിൽ അതിനൊരു ലോജിക്കൽ എൻഡ് വേണം, ക്ലോഷർ വേണം. വേണ്ടേ? ലോജിക്കൽ എൻഡും ക്ലോഷറും എന്താ? സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഇട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയ്ക്കകത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമുണ്ടെന്നും കള്ളക്കടത്തും കള്ളപ്പണവും ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻകോട്ട് ഒരു PR ഏജൻസി ഒരു ന്യൂസ് പ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ലോജിക്കൽ എൻഡ് ഉണ്ടാവണമെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തെ ദുരുപയോഗം ചെയ്ത ഈ നാട്ടിനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. ആ നിയമ നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. നമ്മൾ ഇനിയും വലിയതിലേക്ക് പോകില്ല. ദേവകുമാറിൻ്റെ മകനായിരുന്നല്ലോ അവിടുത്തെ PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഇരുന്നത്. അതെങ്ങനെയാണ് കേസൻ വന്നത് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചർച്ച ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ, ആഷ്മി പറഞ്ഞ പോലെ ഒരു പ്രശ്നം തീർക്കണം എന്നുണ്ടെങ്കിൽ ലോജിക്കൽ എൻഡ് ഉണ്ടാവണം. ആ ലോജിക്കൽ എൻഡ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. ഒരു നാടിനെ, സ്വന്തം ഭരണത്തിൻ്റെ കീഴിലുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു നാടിനെ ഒരു ഭീകരവാദ സമീപനത്തേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയതിൻ്റെ ശ്രമം അദ്ദേഹം. പിന്നെ മലപ്പുറം മാത്രമല്ലല്ലോ, ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായില്ലേ? ഈരാറ്റുപേട്ടയിലൊരു സംഭവം ഉണ്ടായപ്പോൾ അതിന് ഉൾപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? അവർ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറഞ്ഞു. BJPയുടെയും RSSൻ്റെയും നേതാക്കന്മാരുടെ, ആഭ്യന്തരമന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നല്ലാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് ഒരു ക്രിമിനൽ സംഭവത്തിന് ഉൾപ്പെട്ടവരുടെ മതം തിരഞ്ഞാക്രമിക്കുന്നത് ഹാഷ്മി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചതെന്തിനാ? അപ്പം കേരളത്തിൽ അവർക്ക് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവലോകനം നടത്തിയത് ഉൾപ്പെടെതാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ
പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ചോർന്നു പോകുന്നു എന്നുൾപ്പെടെയുള്ള പ്രശ്നം നിൽക്കുമ്പോൾ പണ്ട് ഹിന്ദു മുന്നണി തിരുവനന്തപുരത്ത് ഒരു ശക്തിയായി ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ നിന്നു പുറത്താക്കി അവിടെ ഒരു എന്താ പറയുക ഒരു ഹിന്ദു സമീപനം എടുക്കാൻ വേണ്ടി കാണിച്ച രാഷ്ട്രീയ ചരിത്രം മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും കാണിക്കുമ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. അത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതിയാണെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാതെ പറ്റുമോ? ജനങ്ങളെ ഓർമ്മിപ്പിക്കും. BJP-യുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ഷാബു പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, അടുത്ത 10 മാസം അയാൾ മന്ത്രിയാകും. നിലമ്പൂർ CPM-ന് ഉരുക്കുകോട്ടയാകും. കാലാകാലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം BJP-ക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വിട്ടുനിൽക്കും. ഷാബു പ്രസാദ് BJP-യുടെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആളല്ല, RSS അനുഭാവിയാണ്, RSS-കാരനാണ് എൻ്റെ ധാരണ. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. അതും നമുക്ക് ശ്രീ BJP-യും RSS-ഉം സമൂഹത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ശരി അല്ല, സ്വാമി ഭദ്രാന തോക്ക് സ്വാമി നമ്മൾ വിളിക്കുന്ന ആള് പോലും അവരുടെ രാഷ്ട്രീയം പടത്താൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ്. ഓക്കെ, ഞാൻ ഐക്യവേദിയെ കുറിച്ച് പല പേരുകളിൽ അവർ ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗും ഉണർന്നിരിക്കുന്ന സെല്ലുകളുമായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. പക്ഷേ അത് ഷാബു പ്രസാദിന് BJP മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ശ്രീ VV രാജേഷിലേക്ക് എത്തും മുൻപ് ഇപ്പോൾ ഈ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കൂടി ചർച്ചയാകും. അതിന് കാരണം എന്താണ്? അത് ചർച്ചയാകുമെന്ന് പറയുന്നത് അവിടുത്തെ NDA-യുടെ ഘടകകക്ഷി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിയുടെ പഴയ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മഞ്ചേരി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തിനൊരു സ്ഥാപനം ഉള്ളതുകൊണ്ടും. ശരി ഓക്കെ, ശ്രീ VV രാജേഷ്, ഈ പ്രസ്താവന ഇത് ശരിയാണെന്നും ഇതവിടെ ചർച്ചയാകുമെന്നും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ശരിയാണെന്ന് നിങ്ങൾ PK കൃഷ്ണദാസ് പറയാൻ പാടുണ്ടോ? ഇത് അങ്ങേയറ്റം വിദ്വേഷമല്ലേ, അങ്ങേയറ്റം വ്യാജമല്ലേ? അത് ചർച്ചയാക്കാവോ നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നൽകി ശ്രീ VV രാജേഷ്? ഹാഷ്മി, ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി ഈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇതുമായി കണക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഒക്കെ നടത്തിയിട്ടുണ്ട്. ആശയപരമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് നടത്തിയത് ഈ ഇടയ്ക്കാണ്. എന്നാൽ ശ്രീ PK കൃഷ്ണദാസ്ജിയും അദ്ദേഹത്തെ ഒരു പൊതു പ്രവർത്തകനും നേതാവുമാക്കി മാറ്റിയ ഞങ്ങളുടെ പാർട്ടിയും വർഷങ്ങളായി, ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി അഭിമാനത്തോടെ പറഞ്ഞല്ലോ 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്തുനിന്നൊക്കെ അന്ന് മുതൽ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളവർ പണ്ടുകെടുത്തുകൊണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി സമരങ്ങൾ നടത്തിയ സമയം മുതൽ തന്നെ ഇങ്ങനെയൊരു ജില്ല കൊണ്ടുവരുന്നത് സംസ്ഥാന കേരളത്തെ വർഗീയതയുടെ കൂത്തരങ്ങാക്കി മാറ്റുവാനുള്ള തുടക്കമാണ്. അതിനാണ് EMS നമ്പൂതിരിപ്പാടും CPM ഇടതുപക്ഷവും തുടക്കം കുറിക്കുന്നത് എന്ന് പറഞ്ഞ സമയം മുതൽ ഞങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ശ്രീ PK കൃഷ്ണദാസ്ജിയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പറയുന്ന കാര്യങ്ങളാണെന്നേത്. അത് ഇന്ന് സമൂഹം ഏറ്റുപറയുന്നു. അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഏതാ VV രാജേഷ് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇന്നലെ PK കൃഷ്ണദാസിനെ കണ്ടു. അവിടെ നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണദാസിനെയും ശ്രീ സുരേഷിനെയും നമ്മുടെ ഇപ്പോൾ മീഡിയ കോർഡിനേറ്ററായ സന്ദീപിനൊക്കെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കണ്ടായിരുന്നു, സംസാരിച്ചതുമാണ്. ശ്രീ VV രാജേഷ് മലപ്പുറത്ത് പോകാത്ത ആളല്ലോ. ശ്രീ VV രാജേഷ് തോന്നിയിട്ടുണ്ടോ അവിടെ എന്താണ് ഈ പറഞ്ഞ പ്രത്യേക വിഭാഗം ഇതര ആൾക്കാർക്ക്, ഈഴവരാതി ആൾക്കാർക്ക് ശ്വാസം മുട്ടി ജീവിക്കുകയാണ്, അവർക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അതൊരു പ്രത്യേക രാജ്യം പോലെയാണ് എന്ന് VV രാജേഷ് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഹാഷ്മി, പല കാര്യങ്ങളിലും ഞാനിപ്പോൾ ഭരണഘടന അടിസ്ഥാനത്തിൽ പ്രത്യേക രാജ്യമാണോ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പല കാര്യങ്ങളും ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ. അങ്ങ് വരണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ നോമ്പ് സമയത്ത് മറ്റുള്ള ജില്ലകളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുമോ? അവിടുത്തെ സ്കൂളുകളിൽ നോമ്പ് നോൽക്കാത്ത കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുമോ? ഒരുപക്ഷെ ഒന്നോ രണ്ടോ സ്കൂളുകളിൽ എവിടെയെങ്കിലും കിട്ടി കാണും. പക്ഷേ ഇതൊക്കെ എത്ര തവണ പറഞ്ഞു പൊളിഞ്ഞ വ്യാജങ്ങളാണ് രാജേഷ്. ഇതൊക്കെ എത്ര തവണ പറഞ്ഞു പൊളിഞ്ഞ വ്യാജങ്ങളാണ്. അവിടെ ഹോട്ടലുകൾ തുറക്കുമെന്നും ഒക്കെ ഹോട്ടൽ അസോസിയേഷൻ ആൾക്കാർ ആ ദിവസം തന്നെ ഒന്ന് പറഞ്ഞ. അല്ല ഹാഷ്മി, ഇപ്പോൾ ഓരോ കാര്യത്തിലും എന്നെ തടസ്സപ്പെടുത്തിയാൽ എനിക്ക് പ്രത്യേകിച്ച് അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ്റെ
ഒരു കുറേ കാലം മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ആർക്കൈവ്സിൽ കാണുമല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുക. 20 വർഷം കഴിയുമ്പോഴേക്കും മലപ്പുറം ജില്ലയെ പ്രത്യേക ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ആ സമയത്ത് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയിരുന്നു എന്നാണ്. അങ്ങനെ VSന്റെ നാവിൽ നിന്നും ഒരു വാക്ക് വന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, VS പറയുന്നത് തെറ്റാണ്. BDJSന്റെയോ SNDPയുടെയോ BJP എന്തോ, പക്ഷേ VS പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശമാണ് പറഞ്ഞത്. പോട്ടെ, VS പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഉദ്ദേശമാണ് അക്കാലത്ത് പറഞ്ഞത്. അത് പോട്ടെ, അതിനെ ഇനി VS ആണ് അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റാണ്. കേന്ദ്രം എവിടെയാ? ഞാൻ പറഞ്ഞു VS ആണെന്ന് പറഞ്ഞെങ്കിൽ തെറ്റാണ്, ഒരു തർക്കക്കാര്യത്തില്ല. ശ്രീ VV രാജേഷ്, നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മഹാരാഷ്ട്രക്കാരനായ ഒരു മന്ത്രി വിളിക്കുന്നത് പാകിസ്ഥാൻ എന്ന് വിളിച്ചു, കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു. നിങ്ങളുടെ നേതാവ് ഇതേ ചർച്ചയിൽ വന്നിരുന്നു മലപ്പുറം പാകിസ്ഥാനാണെന്ന് പിന്നെയും ആവർത്തിച്ചു. VV രാജേഷ് പറയാണ് VV രാജേഷ് അവിടെ പോകുമ്പോൾ ശ്വാസം മുട്ടും, VV രാജേഷ് അവിടെ പോകുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം. ഓർത്തു നോക്കൂ, ഈ പറയുന്ന വെള്ളാപ്പള്ളി ഈ പ്രസംഗം നടത്തിയ എവിടാ? അവിടെ ചന്തക്കുന്നില്ല, നിലമ്പൂരില്ല വന്ന് സംസാരിക്കുന്നേ. VV രാജേഷ്, ഇതൊക്കെ വ്യാജമാണെന്നും ഇതൊക്കെ കള്ളമാണെന്നും നിങ്ങൾക്ക് എല്ലാം അറിയാം. പിന്നെ എന്തിനാണ് അതിനെ ആവർത്തിച്ച് പറഞ്ഞ് മനുഷ്യ മനസ്സുകളിൽ വിദ്വേഷം വിതയ്ക്കുന്നത് ശ്രീ VV രാജേഷ്? അല്ല, മൈക്കിൻ്റെ കാശ്മീരുടെ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അങ്ങ് പറയില്ല, ഞാൻ സംസാരിക്കാൻ കുറച്ചുകൂടെ കഴിയട്ടെ. കാശ്മീർ ബാക്കിയൂടെ പറഞ്ഞു, ഓരോന്ന് പറയുമ്പോൾ ഇടപെടണ്ടല്ലോ. ഇനി അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അദ്ദേഹം പറയൂ. ഇല്ല, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ വ്യാജമാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇന്നലെ യൂണിയൻ ഹോട്ടൽ ഭക്ഷണം കഴിച്ച PK കൃഷ്ണദാസിനും അറിയാം, സാക്ഷാൽ വെള്ളാപ്പള്ളിക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ മകൻ അറിയാം. പിന്നെ ഇത് 10 വോട്ടുണ്ടാക്കാനുള്ള മാർഗമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് കഷ്ടമെന്നല്ലേ പറയാൻ പറ്റൂ VV രാജേഷ്. ഞാൻ എൻ്റെ ധാർമ്മികരോഷം പറഞ്ഞാണ്, അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഇനി ഞാൻ തൽക്കാലം പറയുന്നില്ല, അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരിൽ പൊയ്ക്കോളൂ. ഞാൻ നാവെടുക്കുമ്പോൾ തന്നെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാലേ പറഞ്ഞോളൂ. ഇതുപോലെ വിഷയമായതുകൊണ്ടാണ്. ഇല്ല, താങ്കൾ വേറെ ആൾക്കാരേക്ക് പൊയ്ക്കോളൂ. ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഓരോ അക്ഷരം പറയുമ്പോൾ ഇല്ലെന്നേ, ഓരോ അക്ഷരം പറയുമ്പോൾ 4 തവണ ഇടപെട്ടാലേ വേറെ ആൾ നോക്ക്. പിണങ്ങല്ലേ? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇതുപോലെ വിഷയമായതുകൊണ്ടാണ്. പിണക്കത്തിന്റെ പ്രശ്നമൊന്നുമല്ല താങ്കളുടെ. ഇല്ല, ആയിക്കോട്ടെ, ഈ വിഷയം പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതുപോലൊരു വിഷയമായതുകൊണ്ടാണ്. ഇത് നാടിന് റിഗ്രസീവായ പൊളിറ്റിക്സ് ആണെന്നും ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. താങ്കൾ അത് ന്യായീകരിക്കാൻ കരുതിയില്ല VV രാജേഷ്. താങ്കൾ അത് ന്യായീകരിക്കാൻ ഞാൻ കരുതിയില്ല. താങ്കളെ പോലെ ഉന്നതമായ രാഷ്ട്രീയ ബോധ്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ അതിനെ ന്യായീകരിക്കാൻ ഞാൻ കരുതിയില്ല. ആ ഒരു നൈരാശ്യത്തിൽ നിന്നുണ്ടായ ഇടപെടലാണ്. താങ്കൾ ക്ഷമിക്കൂ, പറയൂ. അല്ല, ക്ഷമയുടെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ചൊന്നും ഹാഷ്മി ആശങ്കപ്പെടേണ്ട. എന്തായാലും തൽക്കാലം നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കാം. ഹാഷ്മിക്ക് ഇങ്ങോട്ട് പറയാനുള്ള മുഴുവൻ പറഞ്ഞോ, ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഞങ്ങളെ വിമർശിച്ച് ഹാഷ്മി ഇങ്ങോട്ട് പറഞ്ഞോളൂ, എനിക്കൊരു പോയിന്റും പറയാനില്ല. ശരി, ഓക്കെ, ഞാൻ അതിലേക്ക് എത്താം. സജി മഞ്ചക്കടമ്പൽ, ഇവിടെ ഇപ്പോൾ ഇന്നലെ LDFന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാന്ന് മിണ്ടിയില്ല PV അൻവറിനെ പറ്റി. UDFന്റെ യോഗത്തിൽ അവിടെ ആ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു കോൺഗ്രസ് നേതാവും കമാന്ന് മിണ്ടിയില്ല PV അൻവറിനെ പറ്റി. PV അൻവറിനെ എന്താണ് അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകാൻ മുന്നിലുള്ള തീരുമാനം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രസക്തി അവിടെ നഷ്ടമാവുമോ? സജി കേൾക്കാവോ? ഓക്കെ, ഞാൻ സജിയിലേക്ക് എത്താൻ വിടുകയുള്ളൂ ശേഷം. മഞ്ഞക്കടമ്പൻ, താങ്കൾ കേൾക്കാൻ കഴിയുന്ന പ്രതീക്ഷ. ഞാൻ ചോദിച്ചത് PV അൻവറിനെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾ മാറുകയാണ് ഈ ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ പേര് പോലും പറയേണ്ടതില്ല എന്നുള്ളതാണ് ആരുടെ തീരുമാനം? മുഖ്യമന്ത്രിയുടെ LDFന്റെ തീരുമാനം. അൻവറിൻ്റെ കാര്യം മിണ്ടുകയേ വേണ്ട എന്നുള്ളതാണ് UDFന്റെ തീരുമാനം. അപ്പം അൻവർ ഇനി എന്ത് പറഞ്ഞാലും ഈ രണ്ട് കൂട്ടരും മിണ്ടില്ല. അൻവറിൻ്റെ പ്രസക്തി അവിടെ നഷ്ടമാവുമോ? ഇവർ മിണ്ടാൻ വേണ്ടിയല്ലല്ലോ PV അൻവർ മത്സരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയല്ല മത്സരിക്കുന്നത്, അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് മത്സരിക്കുന്നത്. രണ്ട് കൂട്ടർക്കും PV അൻവറിനെ കുറിച്ച് മിണ്ടാൻ യോഗ്യതയുമില്ല, അർഹതയുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും ആ സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെക്കുറിച്ചും അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ് ആണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടത്. ആദ്യം മുന്നണിക്ക് അകത്തു നിന്നുകൊണ്ട് അദ്ദേഹം പോരാടി. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ വന നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോരാടി. മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനം, കാര്യക്ഷമമായ വികസനം നടത്താൻ സർക്കാരിന്റെ ഭാഗത്ത് സഹായം ലഭിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ പിണറായി വിജയനും അല്ലെങ്കിൽ LDFന്റെയും പോക്ക് ഇഷ്ടപ്പെടാഞ്ഞ് അദ്ദേഹം അല്ലെങ്കിൽ രാജിവെച്ച് അദ്ദേഹം ഇറങ്ങി വന്നു. രാജിവെച്ച് ഇറങ്ങി വന്നത് UDFന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിണറായി സ്വത്തിനെതിരെ പോരാടാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അങ്ങനെ CPMനെ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആളിനെ
കൂടെ ചേർത്ത് നിർത്തുവാനുള്ള ബുദ്ധി UDF-ന്റെ സംസ്ഥാന നേതൃത്വം കാണിച്ചില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ, നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ UDF-ന്റെ നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ മറുചേരിയിൽ നിന്നും നമ്മളോടൊപ്പം വരാൻ ആഗ്രഹിച്ചാൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവരെ മുന്നണി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ സംഭവിച്ചത്? ശ്രീ പിണറായി വിജയന്റെ തെറ്റായ ചെയ്തികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ശ്രീ PV അൻവർ, അദ്ദേഹം UDF-ൽ ചിലർ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ഒരു അപേക്ഷ എഴുത്താം, ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു അപേക്ഷ എഴുത്തരാൻ പറഞ്ഞു. അദ്ദേഹം അപേക്ഷ എഴുതി കൊടുത്തു, എന്നെ കൂടെ ഉൾപ്പെടുത്തണം. അതിനുശേഷം UDF-ന്റെ നേതാക്കളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു, രാഷ്ട്രീയ സാധ്യതകളൊക്കെ പറഞ്ഞു. UDF യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. ശ്രീ PV അൻവറെ കൂടി UDF-ൽ ഉൾപ്പെടുത്തുവാൻ, അസോസിയേറ്റ് മെമ്പറായി ഉൾപ്പെടുത്തുവാൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയും UDF ചെയർമാനും കൂടിയായ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? അദ്ദേഹം മറന്നുപോയായിരിക്കും, ചിലപ്പോൾ ഓർമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓർമ്മയുടെ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക, അതുകൊണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് അദ്ദേഹത്തോട് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹത്തെ മുന്നണിയുടെ ഭാഗമാക്കിയില്ല. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥാനാർത്ഥി നിന്നാൽ ഇത് പിണറായിത്തെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, വിജയസാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പറയുന്നതിന് എന്താ കുഴപ്പം? UDF-ന്റെ പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷിക്ക് UDF-ന്റെ കുറിച്ച് സ്ഥാനാർത്ഥിയെ കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഇന്ന് UDF-ന് അകത്ത് നിന്നുകൊണ്ട് UDF-നെ കുറിച്ച് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല മുൻകാലങ്ങളിൽ. അങ്ങനെ K കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ വെല്ലുവിളിച്ചവരും ചീത്ത വിളിച്ചവരും ഒക്കെ ഇപ്പൊ UDF-നെ നയിക്കുന്നു, അതും മറക്കരുത്. അപ്പം PV അൻവർ എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് തീർച്ചയായിട്ടും UDF-ഉം അല്ലെങ്കിൽ CPM-ന്റെ ആരെങ്കിലും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമാണോ എന്ന് അറിയില്ല. PV അൻവറിനെ തീർക്കണമെന്ന പിണറായി വിജയന്റെ അതുകൊണ്ട് CPM-ന്റെയും അല്ലെങ്കിൽ LDF-ന്റെയും ഒരു മിനിറ്റ് LDF-ന്റെയും UDF-ന്റെയും ഔദാര്യം വേണ്ട. അവരാരും PV അൻവറിനെ കുറിച്ച് പറയണ്ട. അവിടുത്തെ ജനങ്ങൾ PV അൻവറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ PV അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്തോളും. അതുകൊണ്ട് PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. രണ്ടിടത്തെ വഞ്ചന, CPM-ന്റെ വഞ്ചനയും കോൺഗ്രസിന്റെ വഞ്ചനയും UDF-ന്റെ വഞ്ചനയും പ്രതിഷേധിച്ചു. അതായത് പിണറായി സത്തിനെതിരെയുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഹന്തക്കെതിരെയുള്ള പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം ഇതിവിടെ പ്രിയപ്പെട്ട PV അൻവറിന് ഗുണകരമാകുമെന്ന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യം വേണ്ടേ? എവിടെയെങ്കിലും ഒരിടത്ത് പിടി. ഇത് പല വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് എത്തിക്കാനാണ് PV അൻവർ? പോട്ടെ, ഞാൻ അതിലേക്ക് എത്താം. ശ്രീ വസീഫ്, ഞാനിവിടെ VV രാജേഷിനോട് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ പ്രതീക്ഷ എന്താണ്? ഓക്കെ, ശരി. ശ്രീ വസീഫ്, എന്റെ പ്രതീക്ഷ എന്താണ്? എന്റെ പ്രതീക്ഷ VV രാജേഷ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യതയുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറയുകയും തുടർന്ന് അവർക്ക് പറയാനുള്ള വികസന രാഷ്ട്രീയം പറയുകയും ചെയ്യുമെന്നാണ് ധാരണ. അങ്ങനെയല്ല ഉണ്ടായത്. VV രാജേഷ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പിടിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം വെള്ളാപ്പള്ളി പറഞ്ഞ നിന്ദ്യമായ പ്രസ്താവനയാണെന്നറിയാം. ശ്രീ V വസീഫ്, അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ ചർച്ചയടക്കം വലിയ ചർച്ചയാകാൻ പോകുന്നു എന്നുള്ളതാണ്. തുടർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വാഴ്ത്തിപ്പാടിയത് എന്താണ്? അദ്ദേഹത്തിന് നാക്കിൽ സരസ്വതി വിലാസം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ശ്രീ വസീഫ്, കേട്ടോ. അതിന് ആഷ്മി, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് വടകരയിലെ ഒരു കേസാണ്. വടകരയിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്നും ഇന്നും ഉറപ്പിച്ചു പറയുന്നു, ഇവരുടെ ഈ പുതിയ ടീമുണ്ടല്ലോ, എന്ത് നുണയും ശാസ്ത്രീയമായി പ്രചരിപ്പിക്കാൻ പറ്റുന്നവരാണിവർ. അതിന് ചില മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുണ്ട്. ഞാൻ ആഷ്മിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ആഷ്മിക്ക് അറിയുമെന്നറിയില്ല. KK ശൈലജയ്ക്കെതിരായ വ്യാജ വീഡിയോ പ്രചരണം, മുസ്ലിം ലീഗ് നേതാവിന് പിഴശിക്ഷ എന്നുള്ളതാണ്. 15,000 രൂപയാണ് ഒരു കോടതി വിധിച്ചിട്ടുള്ളത്. ആർക്കെതിരെയാ? അദ്ദേഹത്തിൻ്റെ പേര്, മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? TH അസ്ലം. കഴിഞ്ഞ ദിവസം വിധി വന്നതാ. മറ്റൊരു കക്ഷിയുണ്ട് കുറ്റ്യാടിയിൽ, ഇതുപോലെ 2 ശിക്ഷയാണ് ഇവർക്കെതിരെ വിധിച്ചത്. ശിക്ഷ വന്നു. ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ വീഡിയോയും വ്യാജ ഫേസ്ബുക്ക് പ്രചരണവും ഒക്കെ നടത്തിയവർക്കെതിരെ ശിക്ഷ വന്നു. എന്നിട്ടും ഇവർ ഇതുപോലെയുള്ളത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇവരുടെ ഈ പുതിയ തലമുറ എന്തിനേറെ പറയുന്നു, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ കേസ് കൊടുത്തത് ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. അങ്ങനെ എന്തും വ്യാജമായി സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്നത്തെ അപകടകാരികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ഇന്നത്തെ യുവതലമുറ കോൺഗ്രസിന്റെയും നേതൃത്വം. അല്ല, കാഫിർ മാത്രമല്ല അവിടെ വന്നത്.
കാഫർ മാത്രമല്ല അവിടെ വന്നത്, അവിടെ വേറെയും പലതും വന്നു. ഈ കാഫറും അന്വേഷിച്ച് ചെന്നെത്തിയാൽ ഇവരിലേക്ക് തന്നെ എത്തും. ഈ ശിക്ഷ വിധിച്ചല്ലോ, 2 ശിക്ഷയാണ് വിധിച്ചത്. ഇതുപോലെ വീഡിയോ ശിക്ഷ വന്നു, 2 കേസ് ശിക്ഷ വന്നു, മറ്റതും വരട്ടെ, വരുമ്പോൾ സംസാരിക്കാലോ. ഈ കാഫർ നാട്ടിൽ നിങ്ങൾ അറിയാം, അത് കാരണം ഇവരുടെ പ്രചരണ, അതാ ഇവരുടെ തന്ത്രം. എന്നാൽ ശൈലജ ടീച്ചർ അപകീർത്തിപ്പെടുത്തിയതിന് യൂത്ത് ലീഗ് നേതാവിനെയും യൂത്ത് കോൺഗ്രസ് നേതാവിനെയും ഒക്കെ ശിക്ഷിച്ചത് പുറം ലോകം അറിയുന്നില്ല. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ഈ വെള്ളാപ്പള്ളിക്കെതിരെ എത്ര കൃത്യമായി ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണേണ്ടത്, വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് SNDP. ആ SNDPയുടെ നേതൃത്വമായി ഇരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപെങ്ങും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ അതിനെ പ്രതികരിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത സംഘടനയാണ് ഞങ്ങളൊക്കെ. വലിയ ഭാഷയിലൊന്നും ഈ കോൺഗ്രസിന്റെ ആളുകളും അല്ല. ഞാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ അല്ല, അത് ആശ്മി നിങ്ങളുടെ താല്പര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. ഇത് ചർച്ചയാകുമ്പോൾ ഉറപ്പായും വി രാജേഷ് പാർട്ടി അത് അവിടെ ചർച്ചയാക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാജേഷ് തൽക്കർ പിടിക്കില്ല. അത് ചർച്ചയാക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത ക്ലീൻ ചിറ്റ് അവിടെ ചർച്ചയാവില്ലേ ശ്രീ വസീഫ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ക്ലീൻ ചിറ്റാണോ? അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ മുഖ്യമന്ത്രി? നിങ്ങൾ ഇവിടെ ഇതുപോലെ വീഡിയോ പ്രചരിപ്പിക്ക്, നിങ്ങൾ കാണിക്ക്. ഏതാ കാണിക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ലക്ഷണമൊത്ത വർഗീയവാദിയാണ് എന്ന് ആര്യാടൻ പറഞ്ഞത് നിങ്ങൾ കാണിക്ക്. ഈ മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോൾ ആ മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇത് ഒരു മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആര്യാടനെ കുറിച്ച് നിങ്ങൾ പറ. പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഇവരുടെ ആത്മീയ നേതൃത്വത്തിന്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ ബൈറ്റ് നിങ്ങൾ കാണിക്ക്. ഇതൊന്നും നിങ്ങൾ കാണിക്കില്ല. ഇവിടെ ഈ സമൂഹത്തിനകത്ത് ഒരു പുരോഗമന സ്വഭാവം കാണിച്ചു വന്ന SNDPയുടെ ഭാഗത്തു നിന്ന് വന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സംസാരം, അതിനെതിരെ എല്ലാവരും ആ തരത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തെ കൂടി അപ്പാടെ അങ്ങ് അടിച്ച് ആക്ഷേപിച്ച് അപ്പുറത്ത് കൊടുക്കണമെന്നുണ്ടോ? പറയേണ്ട സമയത്ത് അറിയാത്തതാണെന്ന് അറിയില്ല. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ ഇവിടെ ഈ വഴിക്കടവിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDFന്റെ പഞ്ചായത്താ. ആ കൃഷ്ണരാജ് ആരാ നമുക്കറിയാലോ. ഏറ്റവും ഹീനമായ ഭാഷയിൽ ഒരു വിഭാഗത്തെ, മുസ്ലിം ജനവിഭാഗത്തെ പ്രത്യേകിച്ച് ആക്ഷേപിക്കുന്ന ആളാ. നിരവധി ആക്ഷേപങ്ങളും കേസുമുള്ള കക്ഷിയാ. അദ്ദേഹത്തെ പിടിച്ച് ഹൈക്കോടതിയിൽ ഇവരുടെ ഈ പഞ്ചായത്തിന്റെ വക്കീലാക്കി നിയമിച്ചിരിക്കുക. ഇവരുടെ ഏജന്റ് പണിയായിട്ട് ഇവർക്ക് വോട്ട് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പാലമായി ഇതിനെ ഇവർ ഉപയോഗിക്കുക. ഇതേ മുസ്ലിം ലീഗ് ഈ RSSന് നാരങ്ങ വെള്ളം കൊടുത്തത് മലപ്പുറത്തല്ലേ? ഇതേ മുസ്ലിം ലീഗിന്റെ PMA സലാം പറഞ്ഞിട്ടില്ലേ ഞാൻ RSSുമായി സംസാരിക്കാമെന്ന്? ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ സംഗതികളൊക്കെ ഇവിടെ നടന്നതാണോ? മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തരാതരം ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ എല്ലാ കാലത്തും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി തന്നെയാ. രാജ്യത്ത് അപകടകരമായ രാഷ്ട്രീയം RSS പല തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ UDFന്റെ തന്നെ ഒരു ഘടക കക്ഷിയെ പിടിച്ച് ഇവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക ഇവിടെ നിലമ്പൂരിൽ. അവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം ഈ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെയും തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും അപ്പുറത്ത് കൊടുക്കുക എന്നുള്ള പോളിസി അല്ല ഞങ്ങൾക്കുള്ളത്. എല്ലാവരെയും മതനിരപേക്ഷ പാതയിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, രാജീവ് പി നായർ ഇവിടെ വസീർ മറുപടി പറഞ്ഞോളൂ. അപ്പോൾ വസീർ പറഞ്ഞൊരു കാര്യമുണ്ട്, വഴിക്കടവ് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വാ തുറന്നാൽ പരമത വിദ്വേഷവും ഈ പറയുന്ന കൊടിയ വർഗീയതയും മാത്രം പറയുന്ന ഒരാളെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയ കാര്യം കൂടി പറയുന്നുണ്ട് വസീഫ്. അതിനോട് ചേർത്ത് മറുപടി രാജീവ് പി നായർ. ഞാൻ പറയാം. ഒന്ന്, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോടെ കേൾപ്പിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോടുള്ള പിണറായി വിജയൻ്റെ മറുപടി കേട്ടാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമല്ല, പിണറായിയുടെ അഭിപ്രായമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇല്ലേ? BJPയുടെ പ്രതിനിധി അതിനിവിടെ ഏറ്റെടുക്കുകയല്ലേ ചെയ്തത്. അങ്ങനെ BJP ഏറ്റെടുക്കുന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ അതിനെ ന്യായീകരിച്ച അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാതിരുന്ന പിണറായി വിജയൻ
എങ്ങനെയാണ് മലപ്പുറത്തെ ജനങ്ങളോട് നീതി കാണിക്കുന്നത്? ചതിയല്ലേ? അത് ചതിയല്ലേ? എന്തുകൊണ്ടാണ് കോഴിക്കോട് മുസ്ലിം ജനവിഭാഗം ഉണ്ടല്ലോ, കോഴിക്കോട് ഇല്ലാത്ത തീവ്രവാദം മലപ്പുറത്ത് തീവ്രവാദം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കോഴിക്കോട് CPMന് സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നും മലപ്പുറം മുസ്ലിം ലീഗ് ഏറ്റവും പ്രബലമായ ശക്തിയാണെന്നുള്ളത് കൊണ്ടല്ലേ? അപ്പോൾ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഒരു നാടിനെ വർഗീയവാദികളെ ചിത്രീകരിക്കല്ലേ? പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കുറിച്ച് നേരത്തെ നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ, എന്താ ആ പ്രസ്താവന പോലും അദ്ദേഹം തന്നെ നടത്തിയപ്പോൾ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിലെ സ്വന്തം ഇതിൽ നിൽക്കുന്ന പിന്നാക്ക വിഭാഗത്തിൻ്റെ വോട്ട് പോലും പിണറായി വിജയനിൽ നിന്നും CPMൽ നിന്നും അകന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ മുന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സന്തുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കാഫിർ വിവാദത്തെക്കുറിച്ച്, കാഫിർ വിവാദത്തിൻ്റെ അന്വേഷണം എവിടെ എത്തി? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, ഹൈക്കോടതിയിൽ പോയി പോലീസല്ലേ പറഞ്ഞത്. ഈ പാനൂർ ബ്ലോക്ക് സെക്രട്ടറി ആണ് അവസാനം കണ്ടെത്തിയ ആള്, അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? എനിക്കും അതിനകത്ത് വ്യക്തിപരമായി അദ്ദേഹം അത് റിവീൽ ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഹാഷ്മി കട്ടത് വിറ്റ മുതൽ അവസാനം ഹാഷ്മിയുടെ കയ്യിലാണ് ഇരിക്കണമെങ്കിൽ ഹാഷ്മിയെ പ്രതി ചേർക്കണ്ടേ? ഹാഷ്മിക്കെതിരെ കേസെടുക്കണ്ടേ? വേണ്ടേ? കട്ട മുതൽ അവസാനം ഞാൻ കട്ട സാധനം ഞാൻ വിറ്റത് അവസാനം ഹാഷ്മിക്കാണ്, പോലീസ് അന്വേഷിച്ചപ്പോൾ അവസാനം ഹാഷ്മിയുടെ കയ്യിലാണ് അത് കണ്ടെത്തിയെങ്കിൽ കേസെടുക്കണ്ടേ? എന്തേ ആ കട്ട പ്രതിയായിട്ടുള്ള ആ DYFIയുടെ പാനൂർ സെക്രട്ടറിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല? എന്താ പ്രശ്നം എടുക്കാത്തതിന്? അപ്പോൾ അതിനകത്ത് പിന്നെ കൃഷ്ണരാജിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്, എനിക്കും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വസീഫിനോടൊരു കാര്യം പറയാനുള്ളത്, അങ്ങ് ഈ ചർച്ച കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം DGPയോ വിളിക്കണം. രാജു എന്ന് പറയുന്ന എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചതിൻ്റെയും എൻ്റെ പിതാവിനെയും എൻ്റെ മരണപ്പെട്ടുപോയ പിതാവിനെയും മാതാവിനെയും ഉൾപ്പെടെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൃഷ്ണരാജിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കേസെടുക്കാത്തതുകൊണ്ട് കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുത്തു. കമ്മീഷണർക്ക് പരാതി കൊടുത്തതിന് ശേഷം അത് കേസെടുക്കാത്തതുകൊണ്ട് ഞാൻ കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. ഏകദേശം 10-15 ദിവസമായി. പിന്നെ എനിക്ക് ഈ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. കൃഷ്ണരാജിനെതിരെ കേസ് എടുത്തിട്ടില്ല. ആ മനുഷ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഹാഷ്മി, അത് വിട്ടുകളയാൻ പറ്റില്ല. കാരണം ഹാഷ്മി ഞാനത് വിട്ടുകളയാൻ പോയതാണ്. ഞാനത് വിട്ട് കളഞ്ഞപ്പോൾ തന്നെ, കാരണം ഏപ്രിൽ 12 എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത് പെഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് രണ്ടാമത്തെ പോസ്റ്റ്. ഞാൻ വിട്ടുകളഞ്ഞാണ്. പക്ഷേ എന്നോട് പല ആൾക്കാരും പറഞ്ഞത്, നിങ്ങളിത് വിട്ടാൽ, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്പിരിറ്റ് ഉണ്ട്, നിങ്ങളിത് വിട്ടാൽ നാളെ മറ്റൊരാൾക്കെതിരെ ഇത് പറയും, അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 12 എന്തായാലും ഈ പറയുന്ന പുതിയ വർഗീയത പറയുന്ന വക്കീലിന് ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൊടുത്ത കേസ് എടുക്കാൻ ഒരു മടിയില്ല. പൈസയാണല്ലോ പ്രധാനം. ഒരു മിനിറ്റ് ഹാഷ്മി, എനിക്കൊന്ന് ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടാണ് ഇവരുടെ നിലപാട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തെ കുറിച്ച് ഇവർ ആദ്യമായിട്ടാണോ പറയുന്നത്? VS അച്യുതാനന്ദൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? കുട്ടികൾ ജയിക്കുന്നത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ? മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതല്ലേ? ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം നടന്നു, ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് മുസ്ലിം തീവ്രവാദികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞത്? ഇല്ലേ? വിഴിഞ്ഞത്ത് നടന്നപ്പോൾ, കിനാലൂർ നടന്നപ്പോൾ, ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ നടക്കുന്ന സമരങ്ങൾക്കകത്ത് മുഴുവൻ SDPയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുസ്ലിം മത തീവ്രവാദത്തെ ഇവർ അന്വേഷിച്ചു പോകാറുണ്ട്. 10 വർഷത്തെ പിണറായി വിജയൻ അല്ലെങ്കിൽ 9 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിനകത്ത് ഒരു പ്രാവശ്യം പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ എൻ്റെ സർക്കാരിനെ തേജോധം ചെയ്യാൻ ഹിന്ദുത്വ തീവ്രവാദികൾ ഗൂഢാലോചന നടത്തുന്ന എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങളുടെ സഖ്യകക്ഷിയാണോ RSS? എന്തുകൊണ്ട് 9 വർഷമായിട്ട് നിങ്ങളുടെ ഭരണത്തിനെതിരെ RSS നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന നിങ്ങൾക്ക് ആക്ഷേപമില്ല? എങ്ങനെയാണ് മലപ്പുറത്ത് നടക്കുന്ന സമരം അത് മതതീവ്രവാദികളുടെ സമരമായി മാറുന്നത്? നിങ്ങൾ ആ മലപ്പുറത്ത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി BJPയുടെ വാക്കായി മാറുന്നു, BJPയുടെ ആയുധമായി മാറുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാൻ പറ്റാത്തത്. വെള്ളാപ്പള്ളി നടേശൻ അല്ല ആ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന നടത്തിയത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ ആണ് മലപ്പുറത്തെ ചതി. അതുകൊണ്ടാണ് ഞങ്ങൾ ചതിയെ ഓർപ്പിക്കുന്നത്. ശ്രീ രാജേഷ്, ഇവിടെ
ഇവിടെ എന്താണ് ഓരോരോ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാവാം. നമ്മൾ വികസനം പറയുകയും ധ്രുവീകരണം നടത്തുകയും ചെയ്യുന്ന ചിലപ്പോൾ സ്ട്രാറ്റജി ആവാം. ആ സ്ട്രാറ്റജിയിൽ നിങ്ങളത് ചർച്ചയാക്കിയാലും ബി വി രാജേഷിനും ഉള്ളിൽ നന്നായി അറിയാം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കേരളത്തിലൊരു ജില്ലയെപ്പറ്റി പറഞ്ഞ അത് ഏതെങ്കിലും ഒരാൾക്കാരുടെ പ്രത്യേക രാജ്യമല്ലെന്നും അവിടെ മറ്റു വിഭാഗങ്ങൾക്ക് ശ്വസിക്കാൻ പ്രശ്നമുണ്ടെന്നും അവിടെ സ്വതന്ത്ര നിലപാട് പറയാൻ പറ്റില്ലെന്നും ഒക്കെ പറയുന്ന ഒന്നാം തരം കള്ളവും വ്യാജവും നുണയും നിന്ദ്യമായ പ്രസ്താവനയാണെന്ന് താങ്കൾക്കറിയാം. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ ഇടപെടില്ല. രാജേഷ്. ഹാഷ്മി, താങ്കൾ ഇടപെടില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ എന്നെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താങ്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് വിഡ്രോ ചെയ്യും. ഞാൻ നേരത്തെ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു പേരുണ്ടാക്കുന്നതിൽ മടിച്ചിട്ടാണ് ഞാൻ പോകാത്തത്. എൻ്റെ സമയം കൊണ്ട് നിങ്ങൾ എടുത്തോളൂ. എന്തായാലും താങ്കൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ കഴിഞ്ഞ തവണ ഉത്തരം പറഞ്ഞപ്പോഴേക്കും താങ്കൾ പറഞ്ഞു രാജേഷ് ഇങ്ങനെ ഒരു നിലപാട് വെള്ളാപ്പിൽ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു നിലപാട് പറഞ്ഞതിൽ എൻ്റെ വിഷമവും നീരസവും കൊണ്ടാണ് ഞാൻ തുടർച്ചയായി ഇടപെട്ടതെന്ന്. താങ്കൾക്ക് ഒരു നീരസവും വിഷമവും വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ തമ്മിൽ വ്യക്തിപരമായ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. ചർച്ചയിരിക്കുന്ന എല്ലാവരും തമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ വന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ. ആ പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ കൈയടിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷേ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണ്. ഓരോ ദിവസവും അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ വേറെ എവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, നെയ്യാറ്റിൻകര നടന്നിട്ടുണ്ട്, അരുവിക്കര നടന്നിട്ടുണ്ട്, പിറവത്ത് നടന്നിട്ടുണ്ട്, തൃക്കാക്കര നടന്നിട്ടുണ്ട്, പുതുപ്പള്ളി നടന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ച വരുന്നത് മലപ്പുറത്ത് ആ വസ്തുത ഉള്ളതുകൊണ്ടാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുവാനുള്ള പ്ലാനിങ് നടക്കുന്ന, താങ്കൾ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. ആണെങ്കിൽ തന്നെ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭരണസിരാ കേന്ദ്രമെന്ന് പറഞ്ഞാൽ മഞ്ചേരി ആയിരുന്നു. മഞ്ചേരി എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. ആ മഞ്ചേരിയിലേക്ക് ഒരിക്കൽ ഒരു മാർച്ച് നടത്തി. ഗ്രീൻ വാലി, എൻ്റെ പേരിൽ ഇപ്പോഴും മഞ്ചേരി കോടതിയിൽ ആ കേസ് കിടക്കുക. ഒരു 10-12 വർഷം മുമ്പ് ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഒരു 10-15 കിലോമീറ്ററിന് അപ്പുറത്ത് മുൻപ് വെച്ച് തന്നെ പോലീസ് അങ്ങ് തടയുകയാണ്. സാധാരണ ഒരു മാർച്ച് ഒരു പ്രദേശത്തേക്ക് നടത്തിയാൽ ഒരു 50 മീറ്റർ മുമ്പോ 100 മീറ്റർ മുമ്പോ നമ്മൾ തടയാറുണ്ട്. 15 കിലോമീറ്റർ മുമ്പ് ഞങ്ങളെ അങ്ങ് തടയുകയാണ്. മറ്റൊന്ന്, നിരവധി പെൺകുട്ടികൾ ലവ് ജിഹാദിൽ, താങ്കൾ ഇപ്പോൾ എന്നോട് വിയോജിക്കും, ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരിക്കാം. അത് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കതിൽ വിയോജിപ്പില്ല. കേരളത്തിൽ അല്ല, ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. അതായത് ലവ് ജിഹാദിൻ്റെ കടമ്പയിൽ പെട്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന, വേറെ മറ്റു പരിക്കൊന്നും ഏൽക്കാതെ അത് മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെട്ടു വന്ന 10-50 പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചു. 50 പെൺകുട്ടികളോടെങ്കിലും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരുമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഞാൻ ഓരോ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. അവർ എഴുതിയ പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത് മഞ്ചേരിയിലായിരുന്നു, ഗ്രീൻ വാലിയിലായിരുന്നു, പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനത്തായിരുന്നു. അവിടെ ഇന്ന തരത്തിലുള്ള സൗകര്യങ്ങളായിരുന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇന്ന കാര്യങ്ങളായിരുന്നു. മലപ്പുറം ജില്ലയിലല്ലേ? ഈ മലപ്പുറം ജില്ലയിൽ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ആരും കടന്നു ചെല്ലില്ല. മലപ്പുറം ജില്ലയിൽ ഈ വർഗീയ വിഘടനവാദികൾ പറയുന്നതിലപ്പുറം ശുദ്ധവായു പോലും ലഭിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ഗ്രീൻ വാലി വെച്ചത്. ഇതിന് കാരണമായി ഞാൻ അവിടെ ഉള്ള എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കാമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക്, അങ്ങനെ വിഘടനവാദം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു ആസ്ഥാനമായിട്ട് മലപ്പുറം ജില്ല മാറിക്കഴിഞ്ഞു. മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങൾ മാറിക്കഴിഞ്ഞു. അതിനാണ് ഒളിച്ചു വയ്ക്കുന്നത്. അത് ഞാൻ പറയുമ്പോഴേക്കും ചിലർ എൻ്റെ നിലപാടുകൾ വിയോജിക്കുമായിരിക്കും. ചിലർ ഞങ്ങൾക്കോ എൻ്റെ പാർട്ടിക്കോ എനിക്കോ എതിരായിട്ട് വോട്ട് ചെയ്തുമായിരിക്കും. അത് ഇമ്മെറ്റീരിയലാണ്, അത് ഞങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക. പക്ഷേ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കക്കാരൻ ഈ മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം അഭിമാനത്തോടെ പറയുകയായിരുന്നു 1969 മലപ്പുറം ജില്ല ഞങ്ങൾ കൊടുത്തുവെന്ന്. നിങ്ങൾ മലപ്പുറം ജില്ല കൊടുത്ത് നിങ്ങളിതിൻ്റെ വിത്തുപാകിയെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പിന്നെ നിങ്ങൾ വിത്ത് പാകിക്കൊടുത്ത് നിങ്ങൾ നിലമൊരുക്കി കൊടുത്തപ്പോൾ മുസ്ലിം ലീഗ് അവിടെ അങ്ങ് ആറാടുകയായിരുന്നു, ആഘോഷിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഹാഷ്മി അതിനുശേഷം മുസ്ലിം ലീഗ് കേരള ഭരണത്തിൽ കയറുമ്പോഴേക്കും മുസ്ലിം ലീഗ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള പല വകുപ്പുകളും ചോദിച്ചു വാങ്ങിയിട്ട് ആ വകുപ്പുകൾക്കുള്ളിൽ ഭീകരമായിട്ടുള്ള വിഘടനവാദവും മതവാദവും അവർ ഉന്നയിക്കുകയായിരുന്നു.
അഞ്ചാം മന്ത്രി ചോദിച്ചപ്പോഴേക്കും ഇവിടെ കോൺഗ്രസിനകത്ത് തന്നെ യാതൊരു കാരണവശാലും രമേശ് ചെന്നിത്തല, അന്നത്തെ PCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അഞ്ചാമത് മന്ത്രി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇ അഹമ്മദ് രാജിവെക്കട്ടെ, അഞ്ചാമതൊരു മന്ത്രി വേണമെങ്കിൽ ഇ അഹമ്മദ് രാജിവെക്കട്ടെ, പിന്നെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് മുസ്ലിം ലീഗ് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അഞ്ചാം മന്ത്രിയെ നേടിയെടുത്തില്ലേ. അതിൻ്റെ അങ്ങനെ അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ അവരുടെ മതം വളർത്തുവാനുള്ള ഒരു ആയുധമായി മാറിയപ്പോഴാണ് അവിടുത്തെ വിജയ ശതമാനത്തെക്കുറിച്ചൊക്കെ തന്നെ VS അച്യുതാനന്ദനെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മറ്റൊരു ജില്ലയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നില്ലല്ലോ. കേരളത്തിൽ ഒരു ഒറ്റ ജില്ലയെക്കുറിച്ചും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എന്തോ ഉണ്ട്, തീയില്ലാതെ പുകയുണ്ടായല്ലോ. എന്തേ അത്രേ ഉള്ളൂ. രാഷ്ട്രീയം തീയില്ലാതെ എന്റെ രാഷ്ട്രീയം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് വന്നിരുന്ന് ഈ പറഞ്ഞ അവാസ്തവങ്ങൾ അത്രയും പറഞ്ഞതിന് ശേഷം തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്ന അഭ്യൂഹം ഉണ്ടാക്കുവാണ് രാജേഷ്. ഒറ്റ പോയിന്റ് കൂടി ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു. ഞാൻ ഒറ്റ പോയിന്റ് കൂടി പറയാൻ അവസരം തരണം. ഹാഷ്മി, ഒരു ചോദ്യം കൂടി ഒന്ന് വഴങ്ങി തരണം. അതായത് ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, ഇത്രത്തോളം മതസൗഹാർദ്ദം പറയുന്ന ഹാഷ്മിക്ക് നിങ്ങളുടെ യൂണിറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തോ അതിനുശേഷമോ ഞാൻ ഉൾപ്പെടെ വരാം, ഞങ്ങൾ എല്ലാ പിന്തുണയും തരാം. നമുക്ക് ആ മലപ്പുറത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ, ആ തൂവലും മഷിക്കുപ്പിയും മാറ്റിയിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ, തുഞ്ചം പറമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി 24-ന് മുൻകൈ എടുക്കാൻ സാധിക്കും. BJP മുൻകൈ എടുത്തതല്ലേ? BJP എന്തോ കമ്മിറ്റി ഉണ്ടാക്കിയതല്ലേ? ആ കമ്മിറ്റി എന്തായി? 1001 കമ്മിറ്റി കേസുരൻ ഉണ്ടാക്കിയില്ല. ആ കമ്മിറ്റി എവിടെയെങ്കിലും മുന്നോട്ട് പോയോ? അതെ, എവിടെയെങ്കിലും മുന്നോട്ട് പോയോ? എന്തായി ആ കമ്മിറ്റി? എന്തായി? ഞാൻ പറയട്ടെ, അത് എന്റെ രാജേഷ്, ഇതൊക്കെ പലയാവർത്തി നിങ്ങൾ പറയുന്ന നുണയാണെന്നും ഈ പലയാവർത്തി നിങ്ങൾ പറയുന്ന നുണയാണെന്നും അവിടെ MD വാസുദേവൻ സാക്ഷാൽ MD അടക്കമുള്ളവർക്ക് ഈ പറഞ്ഞ നിലപാടില്ലെന്നും ഒക്കെ പലയാവർത്തി പറഞ്ഞാലും ഈ പറയുന്ന വ്യാജം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ കുറിക്കല്ല, താങ്കളുടെ കുറിക്കാവുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ ഉച്ച ഉയർത്തി എന്നെ തടസ്സപ്പെടുത്തിയാണ്. രാജേഷ്, കള്ളവ പറയുന്നത് നിങ്ങൾ. ആ കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നു. എവിടെ? ആ കമ്മിറ്റി എവിടെ പ്രവർത്തിക്കുന്നു? എവിടെ പ്രവർത്തിക്കുന്നു? ആരാണ് നേതാവ് എന്ന് പറഞ്ഞ രാജേഷ്? ആരാണ് ഇപ്പൊ നേതാവ്? താങ്കൾ നിർത്തൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണ ഒരു തവണ ചോദിച്ചാൽ എനിക്ക് ഞാൻ സാറേ എനിക്ക് ചെവി കേൾക്കാം. ഒരു തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതിന്റെ നേതാവ് ആരെന്നല്ലേ ചോദിച്ചത്. അതിന്റെ ഉത്തരം പറയാം. താങ്കളൊന്ന് BJPയുടെ പാലക്കാടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C കൃഷ്ണകുമാറിനാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനം ഞങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയം ഞങ്ങൾ എന്റെ പൊന്ന് VV രാജേഷ്, എത്ര വർഷം മുമ്പുള്ള കമ്മിറ്റിയാ? ആ കമ്മിറ്റി നടത്തിയ ഒരു മുന്നോട്ട് പോക്ക് പറയാം, ഒരു സ്റ്റെപ്പ് പറയാമോ? ആ കമ്മിറ്റി നടത്തിയ ഒരൊറ്റ മുന്നോട്ട് പോക്കുള്ള സ്റ്റെപ്പ് പറയാമോ VV രാജേഷ്? ഞങ്ങൾ തിരുവനന്തപുരത്ത്, ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് എന്നോട്ടേക്ക് വെച്ചു കൊടുക്കണം. ഞാനല്ലേ ഈ വിഷയം ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. ആ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് BJPയുടെ ഒരു ലീഡർ കൂടിയായിട്ടുള്ള ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഞങ്ങൾ അവിടെ സ്ഥാപിക്കും, ഞങ്ങൾ സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ അതൊരു പ്രചരണത്തിന് ഒരു ദിവസം കൊണ്ടല്ലോ. ഇപ്പൊ എത്ര വർഷമായി ക്ഷേത്രം ഉണ്ടാക്കിയത് ഒരു ദിവസം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണോ? എത്ര വർഷമായി ആ കമ്മിറ്റി? ഞാൻ ചോദിക്കുന്നു, ഒരു മുന്നോട്ടുള്ള ഒറ്റ സ്റ്റെപ്പാണ് ചോദിക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കി ഉടായ്പ കാണിച്ചതല്ലാതെ അതിന്റെ പേര് പൈസ പിരിച്ചു പറയുന്നതുകൊണ്ട് എനിക്കറിയില്ല, എനിക്ക് വസ്തു എനിക്കറിയില്ല. അതിന്റെ പേര് പണം പിരിച്ചു എന്ന് പറഞ്ഞ എനിക്ക് വസ്തു എനിക്കറിയില്ല. പോട്ടെ, അത് വിട്ടേക്കൂ. അത് മുന്നോട്ട് ഒറ്റ സ്റ്റെപ്പ് പറ. അല്ല, അതൊക്കെ അവിടെ നടന്നു, അതൊക്കെ വസ്തു അവിടെ നടന്നോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇത്രത്തോളം മതസൗഹാർദ്ദത്തിൽ ആറാടുന്ന പ്രദേശമാണ് മലപ്പുറമെങ്കിൽ തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വയ്ക്കുവാൻ വേണ്ടി 24 ചാനലിനും ഹാഷ്മിക്കും മുൻകൈ എടുക്കാമെന്നുണ്ടെങ്കിൽ ഹാഷ്മി, നിങ്ങളെ ഞങ്ങൾ പൊതുസമൂഹത്തിൽ രാജേഷ് MD വാസുദേവൻ ഇവിടെ മരിച്ചുപോയി MD വാസുദേവൻ നടക്കാതെ മറുപടി പറഞ്ഞ പിന്നെയും നിങ്ങളുടെ ഈ ദുഷ്ടലക്ഷ്യത്തിലെ ഈ അപവാദ പ്രചരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തുഞ്ചത്ത് രാജു പി നായർ നോക്കൂ, രാജു പി നായർ VV രാജേഷ് പറയാൻ നോക്കൂ. VV രാജേഷ് പറയാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് BJP നടത്താൻ പോകുന്ന വർഗീയ പ്രചരണത്തിന്റെ കാര്യമാണ് VV ഓരോന്നും പറയുന്നത്. ശ്രീ രാജു പി നായർ, VV രാജേഷ് വ്യക്തിപരമായി ഇതൊന്നും ഉള്ളിൽ കരുതുന്ന ആളാണ് ഞാൻ കരുതുന്നില്ല. എനിക്ക് സൗഹൃദമുള്ള ആളാണ്. VV രാജേഷ് വ്യക്തിപരമായി ഇതൊന്നും ഉള്ളിലുള്ള ആളല്ല, എനിക്ക് സൗഹൃദമുള്ള ആളാണ്. പക്ഷേ VV രാജേഷ് പറയുന്നത് വരും ദിവസങ്ങളിൽ BJP അവിടെ നടത്താൻ പോകുന്ന കൊടിയ വർഗീയ പ്രചരണത്തിന്റെ സാമ്പിളാ പറഞ്ഞേ. രാജു പി നായർ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ മതേതരത്വം നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഏതെങ്കിലും ഒരു പാനലിസ്റ്റ് പറയാമോ? നമുക്ക് ഒരുമിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമയും കൊണ്ട് തുഞ്ചൻ പറമ്പിലേക്ക് ആരാ ഉത്തരവ്? ആരാ പറഞ്ഞ വേണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇതൊക്കെ എത്ര ഞാൻ അയച്ചു തരാം, ഞാൻ മിനിറ്റ്സ് അയച്ചു തരാം. ഞാൻ ആ പഞ്ചായത്ത് യോഗത്തിന് മിനിറ്റ്സ് അയച്ചു തരാം രാജേഷിന്. വളരെ ലളിതമായ
ഞാൻ ആ പഞ്ചായത്ത് യോഗത്തിന് മിനിറ്റ്സ് അയച്ചു തരാം രാജേഷിന്. ഇത് നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന് തെളിയിക്കുന്ന മിനിറ്റ്സ് ഞാൻ അയച്ചു തരാം രാജേഷിന്. രാജു പി നായർ, രാജു പി നായർ അപ്പൊ വരുന്ന ദിവസങ്ങൾ BJP മുന്നോട്ട് വെക്കാൻ പോകുന്ന തുഞ്ചന്റെ പ്രതിമ, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ കള്ളങ്ങൾ, ഈ പറഞ്ഞ മലപ്പുറത്തെ പറ്റി ഇവർ പറയുന്ന ഓരോരോ കള്ളങ്ങൾ ആവർത്തിക്കാൻ പോകുന്നു, വർഗീയത ആളി കത്തിക്കാൻ പോകുന്നു മലപ്പുറത്ത്. രാജു പി നായർ, അതാണ് രാജേഷിന്റെ ഈ പറഞ്ഞ സാമ്പിള രാജേഷ് പറഞ്ഞേ. രാജു പി നായർ, രാജു പി നായർ ഞാൻ ഇടപെട്ടില്ലായിരുന്നു. താങ്കൾ കൊടിയ വർഗീയ പ്രസ്ഥാനങ്ങൾ ആവർത്തിക്കുമ്പോഴും ഞാൻ ഒരു അക്ഷരം ഉണ്ടാതിരിക്കുകയായിരുന്നു. താങ്കൾ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. രാജു പി നായർ പറയട്ടെ. ഞാൻ പറയട്ടെ, BJP ഈ വർഗീയത മാത്രമേ ഇവിടെ പറയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ലല്ലോ. BJP അതല്ലാതെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത്ഭുതമുള്ളൂ. അവരെ പരാജയപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് മലപ്പുറത്തിനും അറിയാം, നിലമ്പൂരും അറിയാം. മലപ്പുറം മതസൗഹാർദ്ദത്തിന് നാടാണ് രാജേഷ്. നിങ്ങൾ എത്രമാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും മലപ്പുറത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പരാജയപ്പെടുള്ളൂ. പക്ഷെ പ്രശ്നം ആ രാഷ്ട്രീയം പേറുന്ന CPM ആണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ നാടിനെ മലപ്പുറത്തെ അപമാനിക്കുന്ന വാക്കുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് പെഹൽഗാം ആക്രമണം നടന്നത് സുപ്രീം കോടതിയുടെ വിധി കൊണ്ടാണ്? സുപ്രീം കോടതിയാണ് ഉത്തരവാദി എന്ന് RSSന്റെ ഒരു നേതാവ് തിരുവനന്തപുരത്ത് നിന്നല്ലേ പ്രസംഗിച്ചത്? അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പെടുത്ത കേരളത്തിന്റെ പോലീസ് എന്തുകൊണ്ട് VR അനൂപ് പരാതി കൊടുത്തിട്ട് പോലും സുപ്രീം കോടതിക്കെതിരെ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയ RSS നേതാവ് നന്ദകുമാറിനെതിരെ കേസെടുത്തില്ല? എന്തുകൊണ്ട് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്കെതിരെ ഈ സർക്കാർ കേസെടുക്കുന്നില്ല? പിണറായി വിജയൻ കൊടുക്കുന്ന ഇക്കോസിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ വർഗീയത മുഴുവൻ BJP പറയുന്നത്. ഈ BJP-യെ രാജു പി നായർ എനിക്ക് തന്ന അവസരമാണ്, നിങ്ങൾ സംസാരിക്കല്ലേ. ഇവിടെ തൊഗാഡിയക്കെതിരെ കേസെടുത്തിരുന്നു. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ ഇവിടെ വന്ന് പ്രസംഗിച്ച് വിഷം തൊപ്പുന്ന സംസാരം നടത്തിയ തൊഗാഡിയക്കെതിരെ കേസ്, ആ കേസ് പിൻവലിച്ചത് നിങ്ങൾ കോൺഗ്രസ് ആണ്. മറന്നുപോയത് നിങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കൃഷ്ണരാജിനെ ഇവിടെ വക്കീലായി നിയമിച്ചത് നിങ്ങളാണ്. തൃശ്ശൂരിൽ നിങ്ങളിങ്ങനെ ഇടയ്ക്കറി പറയല്ലേ, നിങ്ങളാണ് കോൺഗ്രസ് ആണ് തൃശ്ശൂരിൽ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. കെ മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുപോയി തൃശ്ശൂരിൽ ഇറക്കി TN പ്രതാപനെ മാറ്റി നിർത്തി അവിടെ അവസരം ഉണ്ടാക്കി കൊടുത്ത് 1 ലക്ഷത്തോളം വോട്ടുകൾ BJP-ക്ക് അങ്ങ് കുത്തിക്കൊടുത്ത് അവർക്കൊരു സീറ്റ് ഉണ്ടാക്കിയ ആളുകളാണ് നിങ്ങൾ. ഇവിടെയും ഈ നിലമ്പൂരും BJP-യുടെ വോട്ട് വാങ്ങാൻ നടക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾ തന്നെ ഇവിടെ ഉന്നയിച്ചു. ഞാൻ പോലീസ് കേസിൽ മലപ്പുറത്ത് വർധനവുണ്ടായിട്ടില്ല. പോലീസ് കേസിൽ വർധനവുണ്ടായത് നമുക്കിരിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഈ പറയുന്ന ഇനി തെരഞ്ഞെടുപ്പ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ വികസനമൊക്കെ വഴിമാറും. അവിടെ നടക്കാൻ പോകുന്നത് കൊടിയ വർഗീയ ചർച്ചയാണെങ്കിൽ അത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ. നാടിനെ ഭിന്നിപ്പിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ മാറി നിൽക്കണമെന്ന അപേക്ഷയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇടവേള.